Hello friends, today we can discuss a new topic, that is occupational lung diseases. You might have heard of occupational lung diseases. We have discussed that in the previous class when we have gone through interstitial lung disease or pulmonary fibrosis. Then today we can discuss what is occupational lung disease. There is another name for occupational lung disease, that is pneumoconiosis. You might have heard of pneumoconiosis. We can split up that term into pneumo and conis. Pneumo, that is lung. Pneumo means lung, and conis means dust. So lung disease arising from dust. So we can term it as pneumoconiosis. So I will give an introduction about occupational lung disease or occupational lung disease in general. And this term, pneumoconiosis, is coined by a person called Sanger. And it was in 1866, Sanger coined the term pneumoconiosis. And a group of diseases are classified under this condition, pneumoconiosis. Then we can go through the classification. That's very important. Occupational lung disease, engane classify cheyannulladu important aanu. Before that, the lungs or the air passages are exposed to external environment. നമ്മൾ എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും ഏതെങ്കിലും specific occupation ചെയ്യുമ്പോഴാണെങ്കിലും the lungs or the air passages are directly exposed to the dust. And what happens on long exposure, ഇതാണ് ശരിക്കും നമ്മൾ occupational lung diseaseന്റെ pathogenesisനകത്തൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിനകത്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. So how can we classify occupational lung disease? That is very important. So we can divide occupational lung disease into three. ഈ ഡസ്റ്റിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസീസസ് അറൈസിങ് ഫ്രം ഓർഗാനിക് ഡസ്റ്റ്, എക്സ്പോഷർ ടു ഓർഗാനിക് ഡസ്റ്റ്. ദെൻ diseases arising from exposure to inorganic dust. Then thirdly, diseases arising from inhalation of fumes or gases, irritant gases. അങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം: എക്സ്പോഷർ ടു ഓർഗാനിക് ഡസ്റ്റ്, ഇൻഓർഗാനിക് ഡസ്റ്റ് ആൻഡ് ഇൻഹലേഷൻ ഓഫ് ഓർഗാനിക് ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ്. അപ്പം മൂന്നായിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഫ്യൂ വേർഡ്സ് അബൌട്ട് ഡിസീസ് അറൈസിങ് ഫ്രം ഓർഗാനിക് ഡസ്റ്റ്. ഏറ്റവും കൂടുതൽ കുറേ അധികം ഡിസീസ് അതിനകത്ത് വരുന്നുണ്ട്. കുറച്ച് കോമൺ ആയിട്ടുള്ള അതിൻ്റെ പേരൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ അതിൻ്റെ ഒരു അലർജൻ അല്ലെങ്കിൽ സോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് പാർട്ട് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ലങ് എന്നുള്ളൊരു പേരും കൂടെ വരും. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തായിരിക്കും യൂഷ്വലി പല പേരുകളും വരിക. എന്തൊക്കെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതിനകത്ത് കോമൺ ആയിട്ടുള്ള ഒരെണ്ണം ഫാർമേഴ്സ് ലങ്. യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ഇൻ കമ്മ്യൂണിറ്റി മെഡിസിൻ. ഫാർമേഴ്സ് ലങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളതിന് 2-3 കോളംസ് ഒക്കെ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ യു ക്യാൻ സീ ദാറ്റ് 2-3 കോളംസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ദ ഡിസീസ് ഇറ്റ് സെൽഫ്, ദെൻ സോഴ്സ് ആൻഡ് ദ ആൻറ്റിജൻ ഓർ ഏജൻറ്റ്. അങ്ങനെ മൂന്നായിട്ട് നമുക്ക് കോളം വൈസ് ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. അതിനകത്ത് ഫാർമേഴ്സ് ലങ് പറയുമ്പോഴത്തേന് ദ സോഴ്സ് ഓഫ് ഫാർമേഴ്സ് ലങ് ഈസ് മോൾഡി ഹേ. അതായത് പാടത്ത് കച്ചിയൊക്കെ വളരെ ബൾക്കായിട്ട് ഉണക്കുകയും അതൊക്കെ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖമാണ്. എക്സ്പോഷർ ടു മോൾഡി ഹേ അല്ലെങ്കിൽ സ്ട്രോ അല്ലെങ്കിൽ ഗ്രെയിൻസ്, മോൾഡി ഗ്രെയിൻസുമായിട്ടൊക്കെ എക്സ്പോഷർ വരുമ്പോഴാണ്. ആൻഡ് ദ അലർജൻ ഓർ ദ ആൻറ്റിജൻ ഇൻവോൾവ്ഡ് ഈസ് മൈക്രോപോളിസ്പോറ. മൈക്രോപോളിസ്പോറ എന്ന് പറഞ്ഞ ഫംഗസും അസ്പെർജിലസുമാണ് എൻ്റെ ആൻറ്റിജനായിട്ട് വർക്ക് ചെയ്യുന്നത്. ദെൻ അനദർ ഡിസീസ് ഈസ് ബേർഡ് ഫാൻസിയേഴ്സ് ലങ്. അതായത് പക്ഷി വളർത്തലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ബേർഡ് ഫാൻസിയേഴ്സ് ലങ്. ഇതിനകത്ത് ഏവിയൻ എക്സ്ക്രീറ്റ, ഏവിയൻ പ്രോട്ടീൻ, ഫെതേഴ്സ്, അതിൻ്റെ ഡ്രോപ്പിങ്സ് ഒക്കെയാണ് അതിൻ്റെ അലർജൻ. ഏവിയൻ സെറം അല്ലെങ്കിൽ പ്രോട്ടീൻസ് ആണ് അതിൻ്റെ അലർജനായിട്ട് വരിക. ദെൻ മാൾട്ട് വർക്കേഴ്സ് ലങ്. അതിനകത്ത് മോൾഡി മാൾട്ടിങ്സ് ആണ്. എപ്പോഴും
occupational lung disease പറയുമ്പോഴത്തേന് it could be the effect from the directly from the dust itself or ഈ ഡസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഈ സബ്സ്റ്റൻസിനകത്ത് ഗ്രോ ചെയ്യുന്ന മോൾഡിനോടുള്ള ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസും ആയിരിക്കാം. രണ്ട് തരത്തിലാണ് നമുക്ക് ഓക്കുപേഷണൽ ലങ് ഡിസീസൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആൻറ്റിജൻ നോക്കുമ്പോഴത്തേക്കും ഡയറക്റ്റ് എഫക്റ്റ് ഓഫ് ദാറ്റ് ഡസ്റ്റും നമ്മൾ ആൻറ്റിജനായിട്ട് പറയാം, അല്ലെങ്കിൽ ഏജൻ്റായിട്ട് പറയാം, അല്ലെങ്കിൽ എൻ്റെ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ആൻറ്റിജനായിട്ടുള്ള പാർട്ടും ആവാം. അപ്പം അതിനകത്ത് മാൾട്ട് വർക്കേഴ്സിൽ അതിനകത്ത് മോൾഡി മാൾട്ടിങ്സ് ആണ്, അല്ലെങ്കിൽ മാൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓക്കുപേഷൻ, മാൾട്ട് ബൾക്കായിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരിലൊക്കെയാണ് അത് വരിക. അസ്പെർജിലസ് ക്ലാവേറ്റസ് ആണ് അതിനകത്ത് ആൻറ്റിജൻ ആയിട്ട് വരും. ദെൻ മേപ്പിൾ ബാർക്ക് സ്ട്രിപ്പേഴ്സിലാണ്, നമ്മുടെ നാട്ടിലില്ല, മേപ്പിൾ ബാർക്കൊക്കെ സ്ട്രിപ്പ് ചെയ്തിട്ട് പല പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് ആ ഓക്കുപേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓക്കുപേഷനാണ് മേപ്പിൾ ബാർക്ക് സ്ട്രിപ്പേഴ്സ് ലങ്ങെന്ന് പറയുക. ഫംഗസ് ഒക്കെ തന്നെയാണ് അതിനകത്ത് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ വൺ ഈസ് ചീസ് വർക്കേഴ്സിലാണ്, മോൾഡി ചീസാണ് അതിൻ്റെ ആൻറ്റിജനായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് ആസ്പെർജിലസും പെൻസിലിയം ഒക്കെയാണ് ആൻറ്റിജൻ. ദെൻ യു മൈറ്റ് ഹാവ് ഹെഡ് ഓഫ് ബാഗാസോസിസ്, അത് അല്ലെങ്കിൽ ഷുഗർ കെയിൻ ഡസ്റ്റുമായിട്ട് എക്സ്പോഷർ വരുന്നതാണ്. ഷുഗർ കെയിൻ ഡസ്റ്റ് അതിനകത്ത് മോൾഡി ബഗീസാണ് സോഴ്സായിട്ട് വരുന്നത്. അതിൻ്റെ ആൻറ്റിജൻ എന്ന് പറയുന്നത് ആക്ടിനോമൈസീഡ്സ് ആണ്. ദെൻ കോഫി വർക്കേഴ്സിലാണ് അതിനകത്ത് കോഫി ബീൻസ് ഡയറക്റ്റ് എക്സ്പോഷറാണ്. കോഫി ബീൻ ഡസ്റ്റ് ആണ് അതിൻ്റെ അലർജൻ അല്ലെങ്കിൽ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ദെൻ കമ്പോസ്റ്റ് ലങ് അഗെയിൻ എക്സ്പോഷർ ടു കമ്പോസ്റ്റ് ആൻഡ് ദ ആൻറ്റിജൻ ഈസ് അസ്പെർജിലസ് ആണ്. ദെൻ ലാബറട്ടറി വർക്കേഴ്സിലാണ്. ഇതിനകത്തെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിസീസിൻ്റെ ഒരു ഇനിഷ്യൽ പോർഷൻ്റെ കൂട്ടത്തിൽ ആ പെർട്ടിക്കുലർ കണ്ടീഷൻ അല്ലെങ്കിൽ ഓക്കുപേഷൻ റിലേറ്റ് ചെയ്തൊരു പേരുണ്ടാവും, അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് വരുന്നത് ലങ്സുമാണ്. ലാബറട്ടറി വർക്കേഴ്സിൽ അതിനകത്ത് സോഴ്സ് എന്ന് പറഞ്ഞാൽ ലാബറട്ടറി റാറ്റാണ്. റാറ്റ്സ് യൂറിൻ എക്സ്പോഷർ വരും, ലാബറട്ടറി റാറ്റിന് യൂറിൻ എക്സ്പോഷർ വരുന്നതാണ് ലാബറട്ടറി വർക്കേഴ്സിലാണ്. ദെൻ മില്ലേഴ്സിലാണ്, ഫ്ലോർ മില്ലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്ട്രിയിൽ പൊടിക്കുകയൊക്കെ ചെയ്യുന്ന ഇൻഡസ്ട്രിയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് മില്ലേഴ്സിലാണ് വരുന്നത്. അതിനകത്ത് ഇൻഫെസ്റ്റഡ് വീറ്റ് ഫ്ലോറാണ്. വീറ്റിനകത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ റൈസിനകത്തൊക്കെ ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇൻസെക്ട്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ക്രഷ് ചെയ്തൊക്കെ വരുമ്പോഴത്തേന് അതിൻ്റെ പ്രോട്ടീൻ എക്സ്പോഷറാണ് ശരിക്കും വരുന്നത്. ഇൻഫെസ്റ്റഡ് വീറ്റ് ഫ്ലോർ ആണ്, അല്ലെങ്കിൽ വീറ്റ് വീവിൾ എന്ന് പറയും ആ ഏജൻറ്റിന്, ഇൻസെക്റ്റിന് വീറ്റ് വീവിൾ എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ പ്രോട്ടീൻസൊക്കെ എക്സ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മില്ലേഴ്സ് ലങ് വരുന്നത്. ദെൻ സ്യൂബറോസിസ് എന്ന് പറഞ്ഞാൽ കോർക്ക് ഡസ്റ്റ് എക്സ്പോഷറാണ്. പിന്നെ ടുബാക്കോ വർക്കേഴ്സിലാണ് അതിനകത്തും മോൾഡ് ഓൺ ടുബാക്കോ ആണ്. ടുബാക്കോയുടെ പൗഡർ എക്സ്പോഷർ അല്ല, ശരിക്കും മോൾഡ്. ടുബാക്കോയുടെ പ്രോസസ്സിങ്ങിൽ പൂപ്പൽ വളരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ പുറത്തൊക്കെ. അതിനുള്ള കോൺസ്റ്റൻറ്റ് എക്സ്പോഷറാണ് ശരിക്കും അതിൻ്റെ കോസ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഞാൻ ഈ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് ഇതെല്ലാം നമ്മൾ ടെക്സ്റ്റൊക്കെ റെഫർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾസോ ക്ലാസിഫൈഡ് അണ്ടർ എക്സ്ട്രിൻസിക് അലർജിക് ആൽവിയോളൈറ്റിസ് ഓർ otherwise called hypersensitivity pneumonitis or extrinsic allergic alveolitis എന്നുള്ള കാറ്റഗറിയിലും ഈ പറഞ്ഞ ഡിസീസൊക്കെ ഗ്രൂപ്പ് ചെയ്ത് വരുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ. അപ്പം ഇതൊക്കെയാണ് കോമൺ കുറച്ച് ഡിസീസസ് കമ്മിങ് അണ്ടർ exposure to organic dust. Okay, then the next classification is, next heading is disease arising from exposure to inorganic dust. അതിനകത്ത് കുറേ അധികം ഡിസീസസ് അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് കുറച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യു മൈറ്റ് ഹാവ് ഹേർഡ് ഇറ്റ്. അതിനകത്തുള്ള ഒരെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലിക്കോസിസ് ആണ്. ദാറ്റ് ഇസ് എക്സ്പോഷർ ടു സിലിക്ക ഡസ്റ്റ് എക്സ്പോഷർ ആണ്. അത് മൈനിങ്, ക്വാറിങ്, പോട്ടറി ഇൻഡസ്ട്രി, അല്ലെങ്കിൽ സ്റ്റോൺ ഡ്രസ്സിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അസുഖങ്ങൾ വരുന്നത്, സിലിക്കോസിസ്. ദെൻ ആസ്ബെസ്റ്റോസിസ്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എക്സ്പോഷർ ടു ആസ്ബെസ്റ്റോസ് ഡസ്റ്റ് ആണ്. കുറേയധികം ഇൻഡസ്ട്രീസ് ഉണ്ട് റിലേറ്റഡ് ടു ആസ്ബെസ്റ്റോസ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ഇൻഡിവിജ്വലായിട്ട്. ദെൻ കോൾ വർക്കേഴ്സ് ന്യൂമോക്കോണിയോസിസ് റിലേറ്റഡ് ടു കോൾ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വരിക. എക്സ്പോഷർ ടു കോൾ ഡസ്റ്റ് ആണ്. സർവൈസ് കോൾഡ് CWP, കോൾ വർക്കേഴ്സ് ന്യൂമോക്കോണിയോസിസ് ഓഫ് CWP. ദെൻ സിഡറോസിസ് എന്ന് പറയുന്നത് എക്സ്പോഷർ ടു അയൺ ഓക്സൈഡ് ആണ്. അത് ആർക്ക് വെൽഡിങ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരിലാണ് കൂടുതൽ കാണുന്നത്. ദെൻ ബെറിലിയോസിസ്, എക്സ്പോഷർ ടു ബെറീലിയം ആണ്. ഇതിനകത്ത് ഗ്രാനുലോമാറ്റസ് ചേഞ്ച് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ലങ് ഡിസീസിനകത്ത് ഗ്രാനുലോമാറ്റസ് ചേഞ്ചസ് പറയുന്നുണ്ട്.
അപ്പം അത് ഇൻഡസ്ട്രി റിലേറ്റഡ് ആണെന്ന് നോക്കുന്ന പറഞ്ഞാൽ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി, അറ്റോമിക് എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ്, ദെൻ ഇലക്ട്രോണിക്സ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ബെറീലിയം എക്സ്പോഷർ വരുന്നത്. ദെൻ സ്റ്റാനോസിസ്, എക്സ്പോഷർ ടു ടിൻ ഓക്സൈഡ് ആണ്, ടിൻ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് അതൊക്കെ വരിക. ദെൻ എക്സ്പോഷർ ടു ആൻറ്റിമണി ആണെങ്കിൽ സ്റ്റോറേജ് ബാറ്ററി, സോൾഡർ, സെറാമിക്സ്, ഗ്ലാസ്, അല്ല ഇതൊക്കെ ഇൻഡസ്ട്രി ആയിട്ടാണ് ആൻറ്റിമണി വരുന്നത്. ദെൻ ആർസനിക് പോയ്സണിങ് അഗെയിൻ പെസ്റ്റിസൈഡ്സ്, പിഗ്മെൻറ്റ്സ്, ഗ്ലാസ് ഇൻഡസ്ട്രി ഒക്കെയാണ് ആർസനിക് യൂസ് വരുന്നത്. ദെൻ കാഡ്മിയം എക്സ്പോഷർ വരാം, അഗെയിൻ ബാറ്ററീസ് ഇലക്ട്രോപ്ലേറ്റിംഗ് ഒക്കെയാണ് കാഡ്മിയം എക്സ്പോഷർ വരുന്നത്. ദെൻ എക്സ്പോഷർ ടു സിമെൻറ്റ് ഡസ്റ്റ്, അത് നമുക്കറിയാമായിരിക്കും, കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് സിമെൻറ്റ് എക്സ്പോഷർ വരുന്നത്. ദെൻ ഗ്രാഫൈറ്റ് എക്സ്പോഷറും വരാം. അത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലൂബ്രിക്കൻസ്, പെയിൻസ്, പെൻസിൽസ്, പോളിഷ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ് ഗ്രാഫൈറ്റ് എക്സ്പോഷർ. ദെൻ മൈക്ക എക്സ്പോഷർ വരുന്നത് ഇൻസുലേഷൻ മെറ്റീരിയൽസ്, ഓയിൽ റിഫൈനറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മൈക്ക എക്സ്പോഷർ വരുന്നത്. ദെൻ ഫോസ്ഫറസ് എക്സ്പോഷർ വരുന്ന ഫയർ വർക്സ്, ഇൻസെക്ടിസൈഡ്സ്, മറ്റ് പെസ്റ്റിസൈഡ്സ്, ഇത് അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. മെയിൻലി ഫയർ വർക്ക്സ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സ് ഒക്കെയാണ് ഫോസ്ഫറസ് എക്സ്പോഷർ വരുന്നത്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കുറച്ച് ഡിസീസ് നമുക്ക് പറയാൻ പറ്റുന്നത് കമ്മിങ് അണ്ടർ ഇൻഓർഗാനിക്. അതിനകത്ത് ഏറ്റവും പാടുള്ള 3 ഉണ്ട്. അതായത് സിലിക്കോസ്, ആസ്ബസ്റ്റോസിസ്, കോൾഡ് വർക്കേഴ്സ്, ന്യൂമോകോളിയോസിസ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. Okay, the next classification is disease originating from exposure to inorganic gases and fumes. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അതാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇറ്റ് കുഡ് ബി ഡയറക്റ്റ് എക്സ്പോഷർ ടു റിട്ടൺ ഗ്യാസസ് ലൈക്ക് ക്ലോറിൻ, അമോണിയ, ഫോസ്ജീൻ, നൈട്രജൻ ഡയോക്സൈഡ് എക്സെട്ര. സോ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പോഷർ വരുമ്പോഴത്തേന് അക്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ചേഞ്ചസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. Can result in ARDS, acute respiratory distress syndrome, or ARDS ആയിട്ട് വരാം. ബട്ട് ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ദെൻ എക്സ്പോഷർ ടു ഐസോസൈനൈഡ്സ് എക്സ്പോഷറിനകത്തും ലങ് ഡിസീസ് ഡെവലപ്പ് ചെയ്യാം. അത് ഇൻഡസ്ട്രി റിലേറ്റ് ചെയ്ത് പറയുന്നത് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി, പെയിൻറ് ഇൻഡസ്ട്രി, റെസിൻസ്, അഡ്ഹസീവ്സ്, ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് ഐസോസൈനൈഡ് എക്സ്പോഷർ വരുന്നത്. ഇതിനകത്ത് ഫ്യൂംസ് എക്സ്പോഷറാണ് വരുന്നത്. ലോങ് എക്സ്പോഷർ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ഓർ COPDs ഓർ ബ്രോങ്കിയൽ ആസ്മ, ഈസ്നോഫിലിക് ന്യൂമോണിയ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരാം. സോ ദീസ് ആർ ദ കണ്ടീഷൻസ് ഡെവലപ്പിംഗ് ഫ്രം എക്സ്പോഷർ ടു ഇനോർഗാനിക് ഗ്യാസസ് ഓർ fumes. Well, that's the third classification. So we can divide disease into occupational lung disease into 3. That is exposure, disease arising from exposure to organic dust, then exposure to inorganic dust, and thirdly exposure to fumes, irritant gases or fumes. So that's about the classification. Then we can move on to the other factors, pathological factor or even pathogenesis ne kurichu namukku discuss cheyam. Then about the particle size is very important. So what's the minimum size of the particle to reach the lower passages? So another factor എന്നുള്ളത് the particle size, when the particle size is above 20 microns, it is filtered by the nasociliary filter. 20 micron size മുകളിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനകത്ത് മ്യൂക്കസും ഉണ്ട്, സീലിയ, ഇതിൻ്റെയൊക്കെ കമ്പൈൻഡ് എഫേർട്ട് കൊണ്ടാണ് അങ്ങനെ ഒരു ഫിൽറ്ററിങ് വരുന്നത്. പിന്നെ ഇമ്മ്യൂണോളജിക്കലായിട്ടുള്ള ചേഞ്ചസും നമുക്ക് എൻ്റെ കൂട്ടത്തിൽ പറയാൻ പറ്റും. ദെൻ ഒരു ഇൻഡിവിജ്വലിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഒരു ഒക്കുപേഷണൽ ലങ് ഡിസീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനകത്ത് ഒന്നാമത്തത് ദ കോൺസെൻട്രേഷൻ ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾ ഇൻ ദ ഇൻസ്പയർഡ് എയർ. എത്രമാത്രം ഇത് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡസ്റ്റ് ഈ അറ്റ്മോസ്ഫിയർ നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന എയറിലുണ്ടെന്നുള്ളത് ഫസ്റ്റ് തിങ് ആണ്. അത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, ദ കോൺസെൻട്രേഷൻ ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾ ഇൻ ദ ഇൻസ്പയർഡ് എയർ.
Then size of the particle, ഞാൻ പറഞ്ഞു. One particle, if the particle size is 1 to 2 micron, can very well reach the alveoli. Alveoli വരെ എത്താൻ വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റും. അല്ലെങ്കിൽ lower most part വരെ എത്താൻ പറ്റും. If the particle size is about 1 to 2 microns. So size of particle. Then third one is amount of ventilation in the work spot. എത്രമാത്രം വെന്റിലേറ്റഡ് ആണെന്നുള്ള വർക്ക് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എത്രമാത്രം വെന്റിലേഷൻ ഉള്ളത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. amount of ventilation. Then fourth one is individual susceptibility. എല്ലാവർക്കും ഒരേപോലെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ചിലർക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വരാം, കുറച്ച് സ്ലോ ആവാം. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ സസെപ്റ്റബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ സസെപ്റ്റബിലിറ്റി. ഇപ്പോൾ ഫാർമേഴ്സ് ലങ്ങൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേന് അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഡിവിജ്വൽ സസെപ്റ്റബിലിറ്റി. ദെൻ ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ, എത്ര നാൾ എക്സ്പോസ് ചെയ്യുന്നുള്ളത്. സിലിക്കോസിസ് നീഡ്സ് അബൌട്ട് 15 to 20 years ഓഫ് എക്സ്പോഷർ. ആസ്ബസ്റ്റോസിസ് അറൌണ്ട് 10 years വരെ എക്സ്പോഷർ വരുന്നുണ്ട്. അപ്പോൾ അത് ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ദെൻ ഫൈനലി ദ നേച്ചർ ഓഫ് ഡസ്റ്റ്, എന്ത് സാധനം നമ്മൾ ഇൻഹേൽ ചെയ്യുന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നേച്ചർ ഓഫ് ഡസ്റ്റ് ഇൻവോൾവ്. ദെൻ വി ക്യാൻ ഗോ ത്രൂ ദ ടൈപ്സ് ഓഫ് ലങ് റിയാക്ഷൻ, എന്തൊക്കെ ചേഞ്ചസ് ആണ് ലങ്സിൽ ഉണ്ടാകുന്നതെന്നുള്ളത് അതും കൂടെ നമുക്ക് നോക്കാം. കുറച്ച് ചേഞ്ചസ് ലങ്സിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ചേഞ്ചസ് ഡ്യൂ ടു മെക്കാനിക്കൽ ബ്ലോക്കേജ്. ഒരു ഡസ്റ്റിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി അറ്റ്മോസ്ഫിയറിലുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ് ടു മെക്കാനിക്കൽ ബ്ലോക്കേജ് ഫസ്റ്റ് ഓഫ് ഓൾ. ദെൻ another change effect is chemical irritation of air passage, അല്ലെങ്കിൽ ഡയറക്റ്റ് ടോക്സിസിറ്റി കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അത് ക്ലോറിൻ എക്സ്പോഷർ, ആസിഡ് ഫൂംസ്, ഫോസ്ജീൻ, ഇതിനകത്തൊക്കെ യു വിൽ ഗെറ്റ് ഡയറക്റ്റ് ടോക്സിക് എഫക്റ്റ് ആണ് വരിക. കെമിക്കൽ ഇറിറ്റേഷൻ വരും. ദെൻ തേർഡ് വൺ ഇസ് പൾമണറി ഇഡമ, അക്യൂട്ട് പൾമണറി ഇഡമ. അപ്പോൾ ക്യാൻ ഡെവലപ്പ് വിതിൻ മിനിറ്റ്സ് ഓഫ് ഡ്യൂ ടു ലോങ് എക്സ്പോഷർ അല്ലെങ്കിൽ ഹവേഴ്സ് ഓഫ് എക്സ്പോഷറിൽ വരാം അക്യൂട്ട് പൾമണറി ഇഡമ. ദെൻ ഡയറക്റ്റ് അക്യൂട്ട് ട്രക്കിയൈറ്റിസ് അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. ദെൻ ഡിസ്ട്രക്റ്റീവ് ചേഞ്ചസ് ക്യാൻ ഹാപ്പൻ ഇൻ ലങ്സ്. ഫോർ എക്സാമ്പിൾ എംഫിസിമാറ്റസ് ചേഞ്ച് ആവാം, ബ്രോങ്കിയൽ ആസ്മ പോലുള്ള ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ COPD ഇൻ ജനറൽ നമുക്ക് പറയാം ഡിസ്ട്രക്റ്റീവ് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നത്. ദെൻ സ്ലോ ആയിട്ട് അല്ലെങ്കിൽ US ഒക്കെ എടുത്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ചേഞ്ചസ് ആണ് പൾമണറി ഫൈബ്രോസിസ്. ഓക്കുപേഷണൽ ലങ് ഡിസീസിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പൾമണറി ഫൈബ്രോസിസ് ആണ്. സ്ലോലി ഡെവലപ്പിംഗ് ഡിസീസാണ്, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് ലങ് ഡിസീസ് ആയിട്ട് വരുന്നത്. ദെൻ അനദർ ചേഞ്ചസ് മാലിഗ്നന്റ് ഡിസീസ്. മാലിഗ്നൻസി ഡെവലപ്പ് ചെയ്ത് വരും സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എക്സ്പോഷർ ഒക്കെ വരുന്ന കാരണം malignant change is another feature. Can be malignant disease of lung or malignant disease of liver. Then ചില ഡിസീസിൽ, അതായത് ബെറിലിയം എക്സ്പോഷറിലൊക്കെ ആണെങ്കിൽ ദർ ഇസ് ഗ്രാനുലോമാറ്റസ് ചേഞ്ച് ഓൾസോ. ഗ്രാനുലോമാറ്റസ് ഡിസീസ് ഡെവലപ്പ് ബെറിലിയോസിസിലാണ് അത് കാണുന്നത്. ദെൻ പ്രീഡിസ്പോസിഷൻ ടു സെക്കൻഡറി ഇൻഫെക്ഷൻ, അതിൽ ഒരു എക്സാമ്പിളാണ് ട്യൂബർക്ലോസിസ്. സോ ഇറ്റ് ക്യാൻ കോഎക്സിസ്റ്റ് വിത്ത് ട്യൂബർക്ലോസിസ് ക്യാൻ കോഎക്സിസ്റ്റ് വിത്ത് സിലിക്കോസിൻ്റെ കൂട്ടത്തിൽ ട്യൂബർക്ലോസിസ് വരാൻ, ദാറ്റ് ഇസ് കോൾഡ് സിലിക്കോ ട്യൂബർക്ലോസിസ് എന്ന് പറയാം. സോ ദീസ് ആർ ദ ലങ് റിയാക്ഷൻ യു ഗെറ്റ് ഇൻ occupational lung disease. Occupational lung diseaseനകത്ത് ഈ മാതിരിയുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് എവിഡൻ്റ് ആണ്. സോ ദാറ്റ്സ് അബൌട്ട് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് occupational lung disease.